ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പച്ചക്കായ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഇഷ്ടാവില്ല അല്ലേ? അയ്യേ, പച്ചക്കായ്ക്കൊക്കെ എന്താ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഒരു വലിയ പച്ചക്കായയും പിന്നെ ഒരു മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പച്ചക്കായ ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എടുത്തോളൂ. അപ്പോൾ സവാള ആദ്യം അരിഞ്ഞ് വെക്കാം. കണ്ടോ, ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇനി പച്ചക്കായയുടെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ ഈ കോർണറിലുള്ള ഈ സൈഡിലുള്ള ഈ പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പീൽ ചെയ്ത് കളയാം. ഇതിന് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ, അപ്പോൾ കുക്കായി കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് പീൽ ചെയ്ത് കളയാം. എല്ലാ സൈഡിലുള്ളതും മുറിച്ച് കളയാം. ഇനി നടുക്ക് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വളരെ തിന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് നീളത്തിലങ്ങ് അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഒത്തിരി നീളം ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും നീളം വേണ്ട നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്തത് ചെറുതാക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസും അരിഞ്ഞെടുക്കാം. കണ്ടോ, ഇപ്പോൾ പച്ചക്കായ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഉണ്ട് കേട്ടോ. പച്ചക്കായ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറേ നേരം വെളിയിൽ വെക്കരുത്, അതങ്ങ് കറുത്ത് പോവും. വായുവായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ കറുത്ത് പോവും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതങ്ങ് മെഴുക്കുവരട്ടിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് അടി കട്ടിയുള്ള ഒരു കടായി വെക്കാം. ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാവും, പച്ചക്കായ്ക്കൊരു കറയുണ്ട്, ഒരു പശപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ടൈപ്പ് ചട്ടി, അതായത് ഇപ്പോൾ അലുമിനിയം, സ്റ്റീൽ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി, അതിലൊക്കെ മൺചട്ടിയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കുക ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യണമായിരിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞത് നമുക്ക് ഇത്തിരി ഒട്ടാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമുക്ക് കുറേ ഓയിൽ ഒഴിക്കേണ്ട. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണിൽ താഴെ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. 2 നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇടാം. ഈ സവാള നന്നായിട്ടൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കുറച്ചൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരട്ടെ. ഒത്തിരി ബ്രൗൺ ആവണമെന്നില്ല, ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനായിട്ട് ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കാന്താരി മുളകാണ് കേട്ടോ ചേർക്കണത്. 3 എണ്ണമാണ് ചേർക്കണത്. കാന്താരി മുളക് ഉള്ളത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ചേർക്കണത്, അല്ലാതെ കാന്താരി മുളക് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ടും ചേർക്കാം. 2-3 ഒക്കെ ചേർക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റുക. കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിയേ സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്ന് തുടങ്ങും. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് തുടങ്ങും. അന്നേരത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിന് താഴെ മുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് സവാള വഴറ്റിയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഏകദേശം ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്തത്, മുളക് പൊടി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരു കളർ, ഒരു ഭംഗിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തത്. നമ്മൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊരു ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് മൂടി വയ്ക്കാം. നമ്മൾ വളരെ തിന്നായിട്ടാണ് കായ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഒരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, പൂർണ്ണമായിട്ട് വെന്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വയ്ക്കാം. അങ്ങനെ തുറന്നും അടച്ചുമൊക്കെ മൂടി വെച്ചിട്ടൊക്കെ വേവിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തവി വെച്ചിട്ട് ഇതിൻ്റെ കഷ്ണങ്ങളിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരും. തൊലിയോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളുമുണ്ട്, തൊലിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളുണ്ട്. അപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളും വെന്തോന്ന് നോക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല കട്ടിയായിട്ട് കിടക്കും. മറ്റേത് ഉള്ളിലത്തെ ഭാഗത്തിൻ്റെ കഷ്ണം പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക.
പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനിയും ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കല്ലേ, ഇതിൻ്റെ ഷേപ്പൊക്കെ പോവും, എല്ലാം ഉടഞ്ഞു തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്യേണ്ട. ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക കമൻറ്റായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.